HTML കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ഒന്ന് രണ്ടെണ്ണം നമ്മൾ നോക്കിയല്ലോ. ഇവിടെ ലാങ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതേപോലെ നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുത്തു. വേറെ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് നോക്കാം. ഒന്ന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഏതൊരു കണ്ടന്റും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണ്ടന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂസേഴ്സിന് മൗസ് ഓവർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ഈ രണ്ടാമത്തെ പാരഗ്രാഫിന് ഒരു ടൈറ്റിൽ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്തു. ഞാൻ ഈ പാരഗ്രാഫിൽ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആ ടൈറ്റിൽ ഇവിടെ അപ്പിയർ ആവുന്നുണ്ട്. മൈ ടൈറ്റിൽ. എന്താണ് ഈ കണ്ടന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് യൂസേഴ്സിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ സ്റ്റൈൽ കൊടുത്തല്ലോ. നമ്മൾ ഒരേ കോഡ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡിങ്ങിനും രണ്ടാമത്തെ ഹെഡിങ്ങിനും ഒരേ കളർ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ഒരേ കോഡ് രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഡിങ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രിൻസിപ്പിളാണ് DRY, ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. നമ്മൾ ഒരേ കോഡ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ റിപ്പീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഒരു റീയൂസബിൾ കോഡാക്കി മാറ്റേണ്ടതാണ്. ഇൻലൈൻ സ്റ്റൈൽസ് കൊടുക്കുന്നത് ഒരു റെക്കമെൻഡഡ് രീതിയല്ല. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റൈൽസ് ആക്കി മാറ്റണം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഈ കളറ് ആദ്യം നമ്മൾ ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യും. ആ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിലാണ് നമ്മൾ CSS എഴുതാൻ പോകുന്നത്. CSS എന്ന് പറഞ്ഞാൽ കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. അവിടെ നമ്മൾ ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എലമെൻറ്റിൻ്റെ പേരെന്താണോ അത് കൊടുക്കാം. ഉദാഹരണത്തിന് ഇവിടെ H1 ആണല്ലോ നമ്മൾ എലമെൻറ്റ്. ആ എലമെൻറ്റ് പേര് കൊടുത്തതിന് ശേഷം നമ്മളവിടെ എന്താണോ നമ്മൾ പ്രോപ്പർട്ടി അത് കൊടുക്കും. നമ്മളിവിടെ ഉദാഹരണത്തിന് ഈ സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് H1 അവിടെ കളർ നമ്മൾ റെഡ് കൊടുത്തു, പക്ഷേ അതൊരു റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഇവിടെ CSS കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഏതാണ് ആദ്യം വരുന്നതെന്ന് തീരുമാനിക്കുന്ന റൂളാണ് CSS സ്പെസിഫിസിറ്റി. അപ്പോൾ നമ്മളിവിടെ ഒരു ഇന്റേണൽ CSS കൊടുത്തിട്ടുണ്ട്. H1 കളർ റെഡ് ആണെന്ന് പറഞ്ഞ് ഇന്റേണൽ CSS കൊടുത്തു. പക്ഷേ ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ കൊടുത്ത് കളർ റോയൽ ബ്ലൂ ആണ്. എപ്പോഴും ഇൻലൈൻ സ്റ്റൈലിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻലൈൻ സ്റ്റൈൽ എന്താണോ കൊടുത്തത് അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ മറ്റ് CSS എടുക്കുകയുള്ളൂ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഈ ഇൻലൈൻ കൊടുത്ത സ്റ്റൈൽസ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് എഫക്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ സെയിം കളറാണ് നമുക്ക് ഹെഡിങ് 2നും കൊടുക്കേണ്ടതെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കി റീഫ്രഷ് ചെയ്തു. പക്ഷേ ഹെഡിങ് 2ൻ്റെ കളർ മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റൈലിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് H1 മാത്രമാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്. ഒരു പ്രോപ്പർട്ടിയും വാല്യൂം ഒരു ലൈനിൽ കൊടുക്കുക, അടുത്ത ലൈനിൽ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഹെഡിങ് 1 മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹെഡിങ് 2ന് അതിൻ്റെ സ്റ്റൈൽ മാറിയിട്ടില്ല. അപ്പോൾ രണ്ട് എലമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് കോമ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പറയുന്നത് H1നും H2നും കളർ റെഡ് ആക്കി കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റൈൽസ് കൊടുക്കുന്നത്. ഇൻലൈൻ സ്റ്റൈൽ മാറ്റി ഇൻറ്റേർണൽ സ്റ്റൈൽസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ എലമെൻറ്റ് സെലക്ടേഴ്സിന് പകരം വേറെയും സെലക്ടേഴ്സ് ഉണ്ട്. അതായത് ക്ലാസ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും, ID വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ID എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും യുണീക്കായിട്ട് നമുക്കൊരു ID കൊടുക്കാൻ പറ്റും. H1 ഒരു ID കൊടുത്തു, H2 വേറൊരു ID കൊടുത്തു. കാരണം ID യുണീക്കാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും ID റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ID കൊടുക്കുന്ന സമയത്ത് CSS സെലക്ടേഴ്സിൻ്റെ ഇവിടെ നമ്മൾ ഹാഷ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഹെഡിങ് 1 നമ്മളിവിടെ ID ആക്കി മാറ്റിയതിന് ശേഷം കളർ ഒന്ന് മാറ്റി കൊടുത്തു. കാരണം റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണ്ടേ. യെസ്, മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ രണ്ട് എലമെൻറ്റിനും യുണീക്ക് ആയിട്ടുള്ള ID കൊടുക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല. കാരണം ഒരേ പ്രോപ്പർട്ടിയാണ് രണ്ടിനും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലാസ് ആക്കി മാറ്റാം. ക്ലാസ് ആക്കുന്ന സമയത്ത് നമ്മൾ ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ക്ലാസ് നെയിം, എന്താണ് നമ്മൾ കൊടുക്കുന്ന നെയിം യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിവിടെ ക്ലാസ് ഹെഡിങ് എന്നാണ് കൊടുത്തത്. അപ്പം നമ്മളിവിടെ ID മാറ്റി നമ്മൾ ഒരേ സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് യുണീക്ക് ആയിട്ടുള്ള ഒരു ID കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ക്ലാസ് സെലക്ഷൻ ആക്കി മാറ്റാം. ക്ലാസ് സെലക്ഷൻ ആക്കുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നെയിം കൊടുക്കും. ക്ലാസ് ആട്രിബ്യൂട്ട് കൊടുക്കുന്ന സമയത്ത് അത് യുണീക്ക് അല്ല. അത് എത്ര എലമെൻറ്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഹെഡിങ്ങിന് കൊടുക്കാം, പാരഗ്രാഫിന് കൊടുക്കാം, എന്തിനു വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൈലിൻ്റെ ഉള്ളിൽ ഡോട്ട് ഹെഡിങ്, അതായത് ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വാല്യൂസ് കൊടുത്തു. ഇനി സേവ് ചെയ്തു,
റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ കളർ മാറ്റി വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം. നമുക്ക് കളർ പിക്കർ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു കളർ RGB കളറോ അല്ലെങ്കിൽ ഹെക്സ് കോഡ് കളറോ യൂസ് ചെയ്യാം. ആ കളർ മാറി വന്നിട്ട് അതേപോലെ ഈ കളർ ഏത് എലമെന്റിന് വേണമെങ്കിലും ഈ ക്ലാസ് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് റിഫ്ലക്റ്റ് ആവും. ഇനി നമ്മൾ ഈ കൊടുത്ത ക്ലാസ്സിന് പുറമെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു എലമെന്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് വേറെ തന്നെ കൊടുക്കാം. ഒന്നെങ്കിൽ എലമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ID യൂസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അഡീഷണൽ ഒരു ക്ലാസ് കൂടെ ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ എലമെന്റ് സെലക്ട് ചെയ്ത് H2 ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്. ഇറ്റാലിക് ആക്കിയതിന് ശേഷം ഞാൻ സേവ് ചെയ്തു, അത് ഇറ്റാലിക് ആയി. അതേപോലെ ഈ എലമെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഡോക്യുമെന്റിൽ എത്രത്തോളം H2 ഉണ്ട് അതിനൊക്കെ അത് എഫക്റ്റ് ആവും. അത് ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ ക്ലാസ്സും IDസും മാത്രം പ്രിഫർ ചെയ്യുക. ക്ലാസ്സസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഹെഡിങ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, അതേപോലെ നമുക്കൊരു അഡീഷണൽ ക്ലാസ് കൂടെ ഇതിന് കൊടുക്കാൻ പറ്റും. അതായത് ഒരു അഡീഷണൽ ക്ലാസ് കൂടെ ഈ ഒരു H2ന് കൊടുക്കാം, അതിനുശേഷം ആ ക്ലാസ് യൂസ് ചെയ്യാം. നമുക്കിവിടെ ആ സ്റ്റൈൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സബ് ഹെഡിങ്ങിൻ്റെ കളറ് രണ്ടാമത് വേറൊരു കളർ കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ബ്ലൂ. നമ്മൾ രണ്ടാമത് കൊടുത്ത കളറാണ് ഇവിടെ റിഫ്ലക്റ്റ് ആയി. ലാസ്റ്റ് വന്ന സെലക്ടർ ഏതാണോ ആ സെലക്ടറിന്റെ സ്റ്റൈലാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. നമ്മൾ ആദ്യം വന്ന ക്ലാസ്സിന് ഇവിടെ ഒരു റോസ് കളറാണ് കൊടുത്തത്, രണ്ടാമത് വന്ന ക്ലാസ്സിന് ഒരു ബ്ലൂ കളർ കൊടുത്തു. ആ രണ്ടാമത് വന്നതാണ് റിഫ്ലക്റ്റ് ആവുക.